പലരും തെറ്റായ ജീവിത രീതികളിലൂടെ ജീവിച്ചിട്ട് വീഴ്ചകൾ വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്. എന്നാൽ തന്നെ ഈ ഭൂമിയിലേക്ക് എന്തിനു ദൈവം വിട്ടുവെന്നും തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഹിതങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസൃതമായി തന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ടുണ്ടോ, തൻ്റെ പ്രവൃത്തികളിലൂടെ തനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. എവിടെയും പഴി ദൈവത്തിനാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ദൂഷ്യം കൊണ്ട് താൻ പൈശാചികമായ ഈ പിശാചിൻ്റെ പദ്ധതികളിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്നിട്ട് ദൈവത്തെ പഴിക്കുന്നവനായി മനുഷ്യൻ മാറുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് വളരെയധികം കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാവരും അവരുടെ സ്വാർത്ഥതകളും അവരുടെ ഇഷ്ടങ്ങളും ലോകത്തിൻ്റെ കാഴ്ചകളും ആഗ്രഹങ്ങളിലും നിന്നുകൊണ്ട് അവർക്ക് കുറവുകളോ വീഴ്ചകളോ തകർച്ചകളോ കഷ്ടങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ അവർ ദൈവത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ലാതെ തൻ്റെ പദ്ധതികൾ, തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഒരുങ്ങാനോ തൻ്റെ കുറവുകൾ കണ്ടെത്തി അത് സ്വയം വിട്ടുകളഞ്ഞ് ദൈവീക പദ്ധതികൾ തന്നെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒരു ക്രിസ്തീയ പൈതൽ പോലും തീരുമാനമെടുക്കുന്നില്ലെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേദനാജനകമായ അവസ്ഥ.